അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമാ. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, നോമ്പുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് നോമ്പു തുറയും അത്താഴവും. അത്താഴത്തിന് അറബിയിൽ അസ്സഹൂർ എന്നാണ് പറയുക. ഫജ്റിന് തൊട്ടു മുമ്പുള്ള രാത്രിയുടെ അവസാന സമയമാണ് സഹർ. ആ സമയത്തുള്ള ഭക്ഷണമായതുകൊണ്ടാണ് അത്താഴത്തിന് അസ്സഹൂർ എന്ന പേര് വന്നത്. അത്താഴം കഴിക്കൽ നിർബന്ധമല്ല, എന്നാൽ നോമ്പുകാരന് അത് പ്രബലമായ ഒരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തസഹറു ഫഇന്ന ഫി സഹൂരി ബറക്ക. നിങ്ങൾ അത്താഴം കഴിക്കണം, കാരണം അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അസ്സഹൂറു അക്ലുഹു ബറക്ക. അത്താഴം കഴിക്കൽ ബറക്കത്തുള്ളതാകുന്നു, അതുകൊണ്ട് തന്നെ ഫലാ തദഊഹു, അത് നിങ്ങൾ ഉപേക്ഷിക്കരുത്. വലൗ അൻ യജ്റഅ അഹദുക്കും ജുർഅതൻ മിൻ മാഇൻ, ഒരു കവിൾ വെള്ളം കുടിച്ചിട്ടെങ്കിലും അത്താഴം കഴിക്കുന്ന സുന്നത്ത് നിങ്ങൾ അത് ഒഴിവാക്കാൻ പാടില്ല. മാത്രമല്ല ഫഇന്നല്ലാഹ അസ്സ വജല്ല വമലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയും മലക്കുകളും അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് സ്വലാത്തുകൾ നേരുന്നുണ്ട്. നമുക്കറിയാം, മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സ്വലാത്ത് അവർക്കുള്ള അനുഗ്രഹവുമാണ്. അതുകൊണ്ട് തന്നെ അത്താഴം കഴിക്കുക എന്ന പ്രബലമായ ഈ ഒരു സുന്നത്ത് ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കുവാൻ പാടില്ല. ഇനി എപ്പോഴാണ് അത്താഴം കഴിക്കേണ്ടത്? മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, തസഹർനാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത്താഴം കഴിച്ചു. സുമ്മ ഖാമ ഇല സ്വല, എന്നിട്ട് നമസ്കാരത്തിന് വേണ്ടി തയ്യാറായി. അപ്പോൾ അവിടുന്ന് ചോദിക്കപ്പെട്ടു, കം കാന ബൈനൽ അദാനി വസ്സഹൂർ, നബിയുടെ അത്താഴത്തിനും ബാങ്കിനുമിടയിൽ എത്ര സമയമുണ്ടായിരുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഖദ്റു 50 ആയ, 50 ആയത്തുകൾ ഓതാനുള്ള സമയം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ അത്താഴം വളരെ വൈകിപ്പിക്കുന്നതാണ് പ്രവാചകൻ്റെ ചര്യ. അതോടൊപ്പം തന്നെ അത്താഴത്തിൽ കാരക്ക കൂടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിഅമ സഹൂരിൽ മുഅ്മിനി അത്തംർ, വിശ്വാസിക്ക് കാരക്ക എത്ര നല്ല അത്താഴമാണ്. ഇനി അത്താഴം കഴിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ എന്താണ് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇദാ സമിഅ അഹദുകുമുൻ നിദാഅ വൽ ഇനാഉ അലാ യദിഹി, തൻ്റെ കയ്യിൽ ഭക്ഷണപാത്രം ഇരിക്കെ ബാങ്ക് വിളിക്കപ്പെട്ടാൽ ഫലാ യളഉ ഹത്താ യഖ്ദിയ ഹാജതഹു മിൻഹു, തൻ്റെ ആവശ്യം പൂർത്തീകരിക്കുന്നത് വരെ ആ പാത്രം അവൻ താഴെ വെക്കേണ്ടതില്ല. ഈ ഹദീസ് കണ്ടിട്ട് ചില ആളുകളെങ്കിലും സുബഹി ബാങ്ക് വിളിക്കുന്ന സമയത്തും ഭക്ഷണം കഴിക്കാമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പരാമർശിക്കുന്ന ബാങ്ക് ഏതാണ്? അത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലൂടെ നമുക്ക് വ്യക്തമാകും. അന്ന ബിലാലൻ കാന യുഅദ്ദിനു ബിലൈലിൻ, ബിലാൽ റളിയല്ലാഹു അൻഹു രാത്രി തഹജ്ജുദിൻ്റെ സമയത്ത് ബാങ്ക് വിളിക്കുമായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുലു വഷ്റബു ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മി മക്തൂം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് വിളിക്കുന്നത് വരെ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളുക. ഫഇന്നഹു ലാ യുഅദ്ദിനു ഹത്താ യത്ലു അൽ ഫജ്ർ, കാരണം അദ്ദേഹം പ്രഭാതോദയമാകാതെ ബാങ്ക് വിളിക്കുകയില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാങ്കിനുമപ്പുറം നോമ്പിൻ്റെ സമയമാകുക എന്നുള്ളതാണ്. നമുക്കറിയാം, നോമ്പ് ആരംഭിക്കുന്നത് പ്രഭാതോദയം മുതലാണ്. അതുകൊണ്ട് തന്നെ ആ സമയമായാൽ അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ പാടില്ല. അത് നമ്മുടെ നോമ്പിനെ ബാധിക്കും. സാധാരണയായി നമ്മുടെ നാടുകളിൽ ഫജ്റിൻ്റെ സമയം അത് കൃത്യസമയത്ത് തന്നെയാണ് ബാങ്ക് വിളിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനോ വായിലുള്ള ഭക്ഷണം ഇറക്കുവാനോ പാടുള്ളതല്ല. ഇനി നമ്മുടെ നാട്ടിൽ ചില പള്ളികളിലെങ്കിലും സൂക്ഷ്മതയുടെ പേരിൽ ഒരു 4 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ മുമ്പ്, സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് വിളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അത് നമുക്ക് ഉറപ്പാണെങ്കിൽ പ്രഭാതോദയം ആ സമയമാകുന്നത് വരെ നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അത്താഴ സമയത്തിൻ്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യൻസിലു റബ്ബുന തബാറക വതആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ, റബ്ബ് സുബ്ഹാനഹു വതആല എല്ലാ രാത്രികളിലും ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ ആദ്യ 2 ഭാഗങ്ങൾ പിന്നിട്ട് അതിൻ്റെ അവസാന സമയമാകുമ്പോൾ ഫയഖൂൽ, എന്നിട്ട് പറയും, മൻ യദ്ഊനി ഫഅസ്തജീബ ലഹ്,
ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കുവാൻ ഞാൻ അവന് ഉത്തരം നൽകും. മൻ യസ്അലുനി ഫഉഅ്തിയഹ്, ആരുണ്ടെന്നോട് ചോദിക്കുവാൻ ഞാൻ അവന് നൽകും. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹ്, ആരുണ്ടെന്നോട് പാപമോചനം തേടുവാൻ അവന് പാപങ്ങൾ ഞാൻ പുറത്തു നൽകും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ സമയത്തെ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. സ്വർഗം ലഭിക്കുന്ന മുത്തക്കികളായ വിശ്വാസികളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, സുഹൂറിൻ്റെ സമയത്ത്, രാത്രിയുടെ അവസാന സമയത്ത് അവർ പാപമോചനം തേടുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്തെ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അത്താഴം പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോമ്പ് തുറയും. സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായാൽ ധൃതിയിൽ നോമ്പ് തുറക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം വിശ്വാസികളായ ജനങ്ങൾ നന്മയിലായിരിക്കും. അതുകൊണ്ട് തന്നെ സമയമായി എന്ന് ഉറപ്പായാൽ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കേണ്ടതുണ്ട്. ഇനി സമയമായി എന്ന് ഉറപ്പായിട്ടില്ലെങ്കിൽ സംശയത്തിൻ്റെ പേരിൽ നോമ്പ് തുറക്കാൻ പാടില്ല. അത് നമ്മുടെ നോമ്പിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നോമ്പ് തുറന്ന ആളുകൾ അവർ ഖളാ വീട്ടേണ്ടതുണ്ട്. ഇനി നോമ്പ് തുറന്ന ശേഷം വിമാനത്തിൽ യാത്ര ചെയ്തപ്പോൾ സൂര്യനെ കണ്ടാലും കുഴപ്പമില്ല. കാരണം അവൻ്റെ നോമ്പ് ഭൂമിയിൽ വെച്ച് തന്നെ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ നോമ്പുകാരനായിരിക്കെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ വിമാനം ഉയർന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്താണ് ചെയ്യുക? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി നോമ്പ് തുറക്കേണ്ടത് അവനുള്ള സ്ഥലത്ത് സൂര്യൻ അസ്തമിച്ചാലാണ്. അതുകൊണ്ട് തന്നെ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കുകയാണെങ്കിൽ അവന് നോമ്പ് തുറക്കാം. ഇനി സൂര്യൻ അസ്തമിച്ചിട്ടില്ലെങ്കിൽ അവൻ എത്തുന്ന നാട്ടിൽ എപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത്, ആ സമയത്താണ് അവൻ നോമ്പ് തുറക്കേണ്ടത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് നോമ്പ് തുറന്നിരുന്നത്? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു അലാ റുതബാത്തിൻ ഖബ്ല അൻ യുസല്ലിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് മുമ്പ് തന്നെ നനവുള്ള ഈത്തപ്പഴം കഴിച്ചുകൊണ്ട് നോമ്പ് തുറന്നിരുന്നു. ഫഇല്ലം തകുൻ റുതബാത്തിൻ ഫഅലാ തംറാത്തിൻ, ഇനി ഈത്തപ്പഴം ലഭിച്ചിട്ടില്ലെങ്കിൽ കാരക്ക കൊണ്ട്. ഫഇല്ലം തകുൻ ഹസവാത്തിൻ മിമ്മാ, ഇനി അതും ലഭിച്ചിട്ടില്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറന്നിരുന്നത്. ഇനി നോമ്പ് തുറക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദഹബൽ ലമഉ, ദാഹം നീങ്ങി, വബതല്ലത്തിൽ ഉറൂഖു, ഞരമ്പുകൾ നനഞ്ഞു, വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രതിഫലം സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നോമ്പ് തുറന്ന ആളുകൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന, അഫ്തറ ഇൻദകുമുസ് സ്വായിമൂൻ വഅകല തുആമകുമുൽ അബ്റാർ വസല്ലത്ത് അലൈക്കുമുൽ മലായിക. അഫ്തറ ഇൻദകുമുസ് സ്വായിമൂൻ, നിങ്ങളുടെ അടുക്കൽ നിന്ന് നോമ്പുകാർ നോമ്പ് തുറന്നിരിക്കുന്നു. വഅകല തുആമകുമുൽ അബ്റാർ, പുണ്യവാന്മാരായ ആളുകൾ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചിരിക്കുന്നു. വസല്ലത്ത് അലൈക്കുമുൽ മലായിക, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളുടെ സ്വലാത്ത്, അവരുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്കുണ്ടാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള സുന്നത്തുകൾ നമ്മൾ കൈവെടിയാതിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി അറിവ് നേടാനും പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.